ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തനത്തിന്റെ സാഹസികതയും പ്രൊഫഷണലിസത്തോടുള്ള പ്രതിബദ്ധതയും രേഖപ്പെടുത്തിയാണ് മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ AV മുകേഷ് കുമാറിന്റെ ദാരുണ അന്ത്യം. പാലക്കാട് ഇളമ്പ്രക്കോടിന് സമീപം ആന കാടിറങ്ങിയ വിവരമറിഞ്ഞാണ് മുകേഷും റിപ്പോർട്ടറും ഉൾപ്പെടുന്ന സംഘം അവിടെ എത്തിയത്. കാട്ടാനകൾ കോരയാർ പുഴ കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ആനകളിൽ ഒന്ന് മാധ്യമ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. സംഘത്തിലുള്ളവർ ചിതറിയോടി. പക്ഷേ മുകേഷ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. നിലത്ത് വീണ മുകേഷിന്റെ നെഞ്ചിലും വയറിലും കാട്ടാന ചവിട്ടി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവ് മാധ്യമലോകത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ആകെ സങ്കടമായി തീർന്നിരിക്കുകയാണ്. കാട്ടാന ഭീഷണിയിൽ കഴിയുന്ന ജനങ്ങളുടെ ആശങ്കകൾ അധികാരികളിൽ എത്തിക്കാൻ വേണ്ടി മുകേഷ് ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ ഇടയിലായിരുന്നു ആനയുടെ ആക്രമണം. പ്രൊഫഷണലിസത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് മുകേഷ് ജീവൻ വെടിഞ്ഞത്. പ്രൊഫഷന് വേണ്ടിയുള്ള വീരമൃത്യു എന്ന് തന്നെ പറയാം. അപായ സാഹചര്യങ്ങളിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കൊക്കെയും സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഗാസയിൽ കഴിഞ്ഞ 7 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 90-ലേറെ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇതിൽ ഭൂരിഭാഗത്തിനും ബോംബ് ആക്രമണത്തിലാണ് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകരും നിരവധിയാണ്. മരണത്തെ വകവയ്ക്കാതെ യുദ്ധമുഖങ്ങളിലടക്കം സാഹസികതയോടെ ജോലി ചെയ്യുന്ന നിരവധി മാധ്യമ പ്രവർത്തകർ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ജനങ്ങളോടും തൊഴിലിനോടും തികഞ്ഞ പ്രതിബദ്ധതയുള്ള അവരൊക്കെയും സത്യത്തിൽ നമ്മുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നുമുണ്ട്. ജീവൻ പണയം വെച്ചുള്ള ജോലിക്കിടെ ദുരന്തങ്ങളിൽ പെടുന്ന എത്രയോ പേരുടെ ത്യാഗത്തിന്റെ കഥ കൂടിയാണ് മാധ്യമ പ്രവർത്തനം എന്ന് ഓർമ്മിപ്പിക്കാൻ മുകേഷിന്റെ മരണം ഒരു കാരണമാകുന്നു. ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ഭീഷണി എത്രമാത്രം ആപൽക്കരവും ഭയാനകവുമാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നത് അതുകൂടിയാണ് മുകേഷിന്റെ ജീവഹാനി. ഏതെങ്കിലും മൃഗത്തിന്റെ തുമ്പിക്കൈയിലോ കൊമ്പറ്റത്തോ കൊലപ്പല്ലുകളിലോ തേറ്റയിലോ നിസ്സഹായതയോടെ ഒടുങ്ങാനാണ് തങ്ങളുടെ വിധിയെന്ന് കേരളത്തിലെ മലയോര ജനത ചോദിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടായേ തീരൂ. ഓരോ ദുരന്തത്തിന് ശേഷമുള്ള താത്കാലിക തീരുമാനങ്ങൾക്കപ്പുറത്ത് ഇനിയും മനുഷ്യ ജീവൻ വെച്ച് പന്താടാതെ ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരം സർക്കാർ കണ്ടെത്തണം. മരണപ്പെട്ട AV മുകേഷ് ദീർഘകാലം മാതൃഭൂമി ന്യൂസിന്റെ ഡൽഹി ബ്യൂറോയിലായിരുന്നു. 1 വർഷം മുമ്പാണ് പാലക്കാട് എത്തിയത്. മാതൃഭൂമിയുടെ ഓൺലൈനിൽ അതിജീവനം എന്ന പേരിൽ 100-ലധികം ലേഖനങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തനത്തിലെ സമർപ്പണം എന്നേക്കുമായി രേഖപ്പെടുത്തി കടന്നുപോയ AV മുകേഷിന് ചാനൽ 91 ന്യൂസിന്റെ സ്മരണാഞ്ജലി.